എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാണാം. ട്രഡീഷണൽ ഡ്രസ്സിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. ഇപ്പോൾ മിഡിൽ പാർട്ടീഷൻ എടുക്കുക. അതിനുശേഷം ഈ ഒരു പോർഷൻ ഹെയർ ഉണ്ടോ, ഇത് ബാക്കിലേക്ക് വെച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ചേക്കാം, നമുക്ക് പിന്നീട് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടിലുള്ള ഈ ഒരു സൈഡിലുള്ള ഹെയറിനെ 2 സെക്ഷൻ ആക്കുക. എന്നിട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്യുക. വീണ്ടും ഫ്രണ്ടിൽ നിന്ന് ഓരോ സെക്ഷൻ ഹെയർ അതിനോടൊപ്പം ചേർത്ത് എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ചെവിയുടെ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിൽ നിന്നും ഒരു സെക്ഷൻ ഹെയർ എടുത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ എടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ക്ലിപ്പ് ചെയ്ത് മാറ്റി വെച്ച ഹെയർ അഴിച്ചിടുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇവിടെ റെഡിയാണ്. ഇതുപോലെ തന്നെ മറുസൈഡും ചെയ്യുക. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സ് മാത്രമല്ല, അത്യാവശ്യം മോഡേൺ ഡ്രസ്സിനോടൊപ്പം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് അതുപോലെ കോളേജിലും ഓഫീസിലും ഒക്കെ പോകുമ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പം ഹെയർ ഒക്കെ ഇങ്ങനെ അഴിച്ച് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ സ്റ്റൈലാണിത്. ഇനി മിഡിൽ പാർട്ടീഷൻ എടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സൈഡ് പാർട്ടീഷൻ എടുക്കാം. നിങ്ങളുടെ ഫേസിന് ഏതാണോ ചേരുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ടിലുള്ള 2 സെക്ഷൻ, അതായത് ഫ്രണ്ടിലേക്ക് ഇതുപോലെ 2 സെക്ഷൻ ഹെയർ മാറ്റിയിടുക. എന്നിട്ട് ഇതുപോലെ ബാക്കിൽ ഒരു പകുതി പോർഷൻ ഹെയർ ഇതുപോലെ എടുക്കുക. ഹെയർ ബാൻഡ് ഇട്ടിട്ട് കെട്ടി വയ്ക്കുക. കണ്ടില്ലേ? ഇനി നമ്മൾ നേരത്തെ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട ആ ഒരു ഹെയർ ഉണ്ടല്ലോ, അതിനെ 3 സെക്ഷൻ ആക്കുക. എന്നിട്ട് ഒരു തവണ പിന്നുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഓരോ സെക്ഷൻ ഹെയർ എടുത്തിട്ട് ചേർത്ത് പിന്നിക്കൊണ്ട് പോവുക. ഫ്രണ്ടിലേക്ക് കുറച്ച് ഹെയർ ഒക്കെ വേണമെങ്കിൽ എടുത്തിടാം, അതൊരു സ്റ്റൈലാണല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ കുറച്ചുകൂടെ താഴേക്ക് നോർമലായിട്ട് ഇതുപോലെ പിന്നിക്കൊണ്ട് വരിക. ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ തന്നെ മറുസൈഡും ചെയ്തുകൊണ്ട് വരിക. പിന്നെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ വോളിയത്തിലിരിക്കും. 2 സൈഡും ഇതുപോലെ ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ പിന്നലിൻ്റെ ആ ഒരു ഇടയിൽ കൂടെ കെട്ടിയിട്ട് ആ മുടി എടുക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതേ കണ്ടില്ലേ, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ട്രഡീഷണൽ ഡ്രസ്സിനോടൊപ്പം അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. ഇനി നമുക്ക് തേർഡ് ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് സൈഡ് പാർട്ടീഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു കോമ്പിന്റെ അറ്റം വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ ഞാനിങ്ങനെ സെക്ഷനായിട്ട് എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ തലയുടെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കും. നല്ല രസമാണ് കേട്ടോ ഒരു പാറ്റേൺ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കോമ്പിന്റെ അറ്റം അല്ലെങ്കിൽ നമുക്ക് പെൻസിൽ വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ കൂർത്ത അറ്റമുള്ള എന്ത് സാധനം വെച്ചിട്ട് ചെയ്യാം. കയ്യിൽ നഖം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പാറ്റേൺ കണ്ടോ, നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. ഇനി ഒരു ഹെയർ പിൻ വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് അങ്ങോട്ട് വെച്ചിരിക്കുക. കണ്ടില്ലേ? ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് സൈഡ് പാർട്ടീഷനോ അല്ലെങ്കിൽ മിഡിൽ പാർട്ടീഷനോ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ട്രഡീഷണൽ ഡ്രസ്സിനോടൊപ്പം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. ഇനി നിങ്ങൾക്ക് ബാക്കിലുള്ള ഈ മുടി വേണമെങ്കിൽ ഒരു ബൺ പോലെ കെട്ടി വെക്കാം. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് ഇങ്ങനെ ബ്രൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ്. ഇനി നമുക്ക് ഫോർത്ത് ഹെയർ സ്റ്റൈൽ നോക്കാം. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഈ ഒരു സൈഡിൽ നിന്നും ഹെയർ ഒന്ന് ഫുള്ളായിട്ട് ഇതുപോലെ ചീകി എടുക്കുക. കണ്ടോ, ചീകി എടുത്തിട്ട് അവിടെ ആ ഒരു പോർഷൻ വെച്ചിട്ട് ഒരു ഹെയർ പിൻ വെച്ചിട്ട് അതിനെ അങ്ങോട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. 2 ഹെയർ പിൻ കുത്തി വെക്കുക, എങ്കിലേ നന്നായിട്ട് അത് ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതുപോലെ തന്നെ മറ സൈഡും ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഓടിപ്പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് താഴേക്ക് ഉള്ള ബാക്കി മുടി ഇങ്ങനെ വേണമെങ്കിൽ ബ്രൈഡ് ചെയ്തു അങ്ങനെയും വേണമെങ്കിൽ വെക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കണ്ട ഈ 4 ഹെയർ സ്റ്റൈൽസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷൻ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.